ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ അധ്യക്ഷൻ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CG വേണുഗോപാൽ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ബാങ്കിൻ്റെ കീഴിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം എന്ന ബോർഡെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ ബാങ്ക് മറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിയ പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു നാടിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ജനങ്ങളുടെ ജീവിതത്തിലുള്ള പുരോഗതി, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ ബാങ്കിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കെട്ടിടമോ അല്ലെങ്കിൽ ഇതിൽ ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ നടക്കുന്ന വരവ് ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭമോ മാത്രമായിരിക്കരുത്. അതിന് ജീവനക്കാരുടേതായാലും അംഗങ്ങളുടേതായാലും അവരുടെ ക്ഷേമ ഐശ്വര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കണം പുരോഗതി നമ്മൾ വിലയിരുത്തുന്നത്. ഇപ്പോൾ ബാങ്കിലെ ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്നു പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലകപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരുടെ മോചനത്തിന് വേണ്ടി പല സംഘടനകളും പല രീതിയിലുള്ള കൂട്ടായ്മകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അവരെ ബോധവൽക്കരിച്ച് പോരുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പ്രായത്തിലൊക്കെ വലിയ പ്രായം ഒക്കെ ആയ ആളുകൾ അവരുടെ മക്കളെ ഒക്കെ വളർത്തി കൊണ്ടുവരുമ്പോൾ അവരുടെ മക്കളിലേക്കും ഇത്തരം തെറ്റായ പ്രവണതകൾ വന്നുകൂടുന്നതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ബോർഡ് മെമ്പർമാരായി ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളായിരിക്കുന്ന ആളുകളൊക്കെ വർത്തമാനം പറയുന്നതിനൊക്കെ ഉപരിയായി ഈ കാര്യങ്ങളെ വിലയിരുത്താനും അപഗ്രഥിക്കാനും ഒക്കെ കഴിവുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ CG നാരായണൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ജയലാല്, അതുപോലുള്ള മുൻ ജീവനക്കാർ എല്ലാം ഇവിടെയുണ്ട്. അവിടെയെല്ലാം സഹകരണത്തോടെ നമുക്ക് ഈ കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഈ വരുന്ന സെക്രട്ടറി സൂചിപ്പിച്ചു, നമ്മുടെ വരുന്ന ഓണത്തിന് നമ്മുടെ ജീവനക്കാരുടെയും അതുപോലെ മുൻ ജീവനക്കാരുടെയും എല്ലാം പങ്കാളിത്തത്തോടെ ഓണാഘോഷങ്ങൾ വളരെ ഗംഭീരമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഈ കൂട്ടായ്മയിലൂടെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ പല ആളുകളും ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അവർ ഈ കലാ സാംസ്കാരിക രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളുണ്ടാവും. പക്ഷേ നമ്മുടെ സമൂഹത്തിന് മുന്നിലെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ ജീവനക്കാരുടെയും മുൻ ബോർഡംഗങ്ങളുടെയും എല്ലാം മുന്നിൽ അത് അവതരിപ്പിച്ച് അത് പ്രതിഫലിപ്പിക്കുന്നതിനുള്ള അവസരം അവർക്കുണ്ടായിട്ടില്ല. അതെല്ലാം നമ്മളിവിടെ ഒരു പരിശീലനത്തിലൂടെ ഒക്കെ തയ്യാറായി നല്ല രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഞാൻ കരുതുകയാണ്. ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് മുത്തളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിന് വേണ്ടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.